കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത് എഞ്ചിനീയർ എന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് വന്നു. കുറച്ച് ആർട്ടിക്കിൾസ് എന്നെ കാണിച്ചു, വെളിച്ചെണ്ണയെ കുറിച്ചാണ്. എന്നിട്ട് എന്നോട് പറഞ്ഞു, പുള്ളി ഒരു ന്യൂട്രീഷനിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു ഡയറ്റൊക്കെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ന്യൂട്രീഷനിസ്റ്റ് പുള്ളിയോട് പറഞ്ഞു, വെളിച്ചെണ്ണ ധൈര്യമായിട്ട് ഉപയോഗിക്കാം, പ്രശ്നമൊന്നുമില്ല, ഹാർട്ടിന് നല്ലതാണ്. അതൊരു 3 വർഷം മുമ്പാണ്. പക്ഷേ ഈ അടുത്ത് പുള്ളി വേറൊരു ഫിസീഷ്യൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഫിസീഷ്യൻ പറഞ്ഞു, ഒരു കാരണവശാലും വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പാടില്ല, അത് ചീത്ത കൊളസ്ട്രോൾ കൂട്ടുന്നുണ്ട്, ഹാർട്ടിന് തീരെ നല്ലതല്ല. ഈ എഞ്ചിനീയർക്ക് ആകെ ടെൻഷനായി. 3 വർഷമായിട്ട് ഞാൻ വെളിച്ചെണ്ണ ഒരു കുഴപ്പമില്ലാന്ന് വിചാരിച്ച് ഉപയോഗിക്കായിരുന്നല്ലോ, എൻ്റെ ഹാർട്ടിൽ ബ്ലോക്ക് വന്നിട്ടുണ്ടാവുമോ, അപ്പോൾ ഇനി വേണമെങ്കിൽ ഒരു ത്രെഡ്മിൽ ടെസ്റ്റ് ഒക്കെ എടുത്തിട്ട് ബ്ലോക്ക് നോക്കാം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾ ഈ മൊബൈലിലെ ആർട്ടിക്കിൾസ് ഒക്കെ നോക്കുക. ഞാൻ കുറേ അതിനെക്കുറിച്ച് പഠിച്ചു. അപ്പോൾ അതിലെല്ലാം കൺഫ്യൂസിംഗ് ആണ്. വെളിച്ചെണ്ണ നല്ലതാണെന്നും ചീത്തയാണെന്നും. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഞാൻ ഇയാളോട് ഒരു ഉദാഹരണം പറഞ്ഞു. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരു കഥ, കണ്ണുപൊട്ടന്മാര് ആനയെ പരിശോധിച്ച കഥ. ഒരു കണ്ണുപൊട്ടൻ തുമ്പിക്കൈ പിടിച്ചിട്ട് പറഞ്ഞു ഇതൊരു പാമ്പാണ്. വേറൊരു കണ്ണുപൊട്ടൻ കാല് പിടിച്ചിട്ട് പറഞ്ഞു ഇതൊരു മരമാണ്. ഇതുപോലെയാണ് സത്യത്തിൽ വെളിച്ചെണ്ണയെ കുറിച്ചുള്ള പഠനങ്ങൾ. ഓരോ പഠനത്തിലും ഓരോ എൻഡ് മാർക്കാണ് നോക്കുക. അത് കാരണം റിസർച്ചിന്റെ റിസൾട്ടുകൾ പലപ്പോഴും കൺഫ്യൂസിംഗ് ആയിട്ടുണ്ട്. വെളിച്ചെണ്ണയെക്കുറിച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കിയ 5 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത്, വെളിച്ചെണ്ണ LDL കുത്തനെ കൂട്ടുന്നുണ്ട്. LDL എന്താണ്? ചീത്ത കൊളസ്ട്രോൾ ആണ്. പക്ഷെ നമ്മൾ അറിയേണ്ടത് LDL തന്നെ പല തരത്തിലുണ്ട്. വളരെയധികം ഡേഞ്ചർ ഉണ്ടാക്കുന്ന സ്മോൾ ഡെൻസ് LDL, അതുപോലെ തന്നെ അത്ര ഡേഞ്ചർ ഇല്ലാത്ത ലാർജ് LDL. വെളിച്ചെണ്ണയെ സംബന്ധിച്ചിടത്തോളം ലാർജ് LDL ആണ് പലപ്പോഴും കൂടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പേടിക്കുന്ന അത്ര ഡാമേജ് പലപ്പോഴും സംഭവിക്കണമെന്നില്ല. വെളിച്ചെണ്ണ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അഡ്വാൻസ്ഡ് കൊളസ്ട്രോൾ ടെസ്റ്റുകളാണ് ചെയ്യേണ്ടത്. സാധാ കൊളസ്ട്രോൾ ടെസ്റ്റ് കൊണ്ട് മാത്രം കാര്യങ്ങൾ വ്യക്തമാവില്ല. രണ്ടാമത്തത്, വെളിച്ചെണ്ണ നല്ല കൊളസ്ട്രോൾ കൂട്ടുന്നുണ്ട്, HDL. സത്യം പറഞ്ഞാൽ ഒലീവ് ഓയിലിനെക്കാളും. അതുകൊണ്ട് തന്നെ അതൊരു നല്ല കാര്യമല്ലേ? മൂന്നാമത്തത്, പഠനങ്ങൾ നടത്തിയിട്ടുള്ള പല പോപ്പുലേഷനിലും വെളിച്ചെണ്ണയുടെ കൂടെ ഉപയോഗിക്കുന്ന ഭക്ഷണങ്ങൾ, അതാണ് കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുള്ളത്. എന്ന് വെച്ചാൽ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്ന ഒരു വ്യക്തി അതിന്റെ കൂടെ നല്ല ഭക്ഷണം, നല്ല വെജിറ്റബിൾസ്, ഫിഷ് ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ വെളിച്ചെണ്ണയുടെ ദോഷം ഉണ്ടാവാൻ സാധ്യതയില്ല. നേരെ മറിച്ച് പ്രോസസ്ഡ് ഫുഡും വെസ്റ്റേൺ ഡയറ്റൊക്കെയാണ് വെളിച്ചെണ്ണയുടെ കൂടെ ഉപയോഗിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് ഹാർട്ടിന് കേടുണ്ടാക്കുന്നുണ്ട്. നാലാമത്തത്, വെളിച്ചെണ്ണയുടെ പ്രോസസ്സിംഗ് മെത്തേഡാണ്. വെർജിൻ കോക്കനട്ട് ഓയിൽ സത്യത്തിൽ നല്ല ആന്റി ഓക്സിഡൻസ് ഉണ്ട്, ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. പക്ഷേ പ്രോസസ്ഡ് ആയിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന വെളിച്ചെണ്ണയിൽ ഈ ഗുണങ്ങൾ വളരെ കുറവായിരിക്കും. അഞ്ചാമത്തത്, ഇതിന്റെ ക്വാണ്ടിറ്റി അഥവാ ഡോസ്. അതായത് ഒരുപാട് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കേടായിട്ട് മാറും. പക്ഷെ കുറഞ്ഞ അളവിൽ 1-2 ടീസ്പൂൺ മാത്രം പെർ ഡേ ഉപയോഗിക്കുകയാണെങ്കിൽ വെളിച്ചെണ്ണ തീർച്ചയായിട്ടും നല്ലൊരു കാര്യം തന്നെയാണ്. വെളിച്ചെണ്ണയെക്കുറിച്ചുള്ള കൺഫ്യൂഷനെ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അതിന്റെ അളവ്, അതിന്റെ ക്വാളിറ്റി, അതുപോലെ അതിന്റെ കോണ്ടെക്സ്റ്റ് എന്ന് വെച്ചാൽ ഇതിന്റെ കൂടെ കഴിക്കുന്ന ഭക്ഷണങ്ങളുടെ സ്വഭാവം, പിന്നെ ഇതിന് പകരം എന്താണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതൊക്കെ വെച്ചിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. പലപ്പോഴും ഇതുപോലുള്ള നല്ല എണ്ണകളുടെ പ്രോസസ്സിംഗ് ആണ് കൂടുതൽ ദോഷമുണ്ടാക്കുന്നത്.